ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അതുമല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊപ്പമോ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ബ്രെഡ് പിസ്സ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി. വീട്ടിലുള്ള കുറച്ച് ബ്രെഡും ഒരു 2-3 മുട്ടയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴിനി പിസ്സ തിന്നാൻ കൊതിയാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയാൽ മതി. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 2 മുതൽ 3 ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് വറുത്തെടുക്കാനുണ്ട്, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് 3ഉം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പാലിൻ്റെ ആവശ്യമില്ല, വെറും 2 ടേബിൾ സ്പൂൺ പാൽ മതിയാകും. ഈ പാലും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ ഈ ബ്രെഡെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കളറൊക്കെ പെട്ടെന്ന് മാറും. പക്ഷേ ഇതൊന്ന് ഹാർഡായിട്ട് അല്ലെങ്കിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല റസ്ക് പോലെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാനിൽ നിന്നും ഇതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ നമ്മുടെ ബ്രെഡിൻ്റെ പൊടികളൊക്കെ ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാളയുടെ നിറമൊന്നും ഒരുപാട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു മീഡിയം സൈസ് തക്കാളി, അതിൻ്റെ കുരുവും അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ഒരുപാട് വഴണ്ട് ഉടയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു നുള്ള് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്ക് അതും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പൊടികളും ടൊമാറ്റോ സോസ് എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം തക്കാളി കൂടാതെ മഷ്റൂമോ കോളിഫ്ലവറോ ബ്രൊക്കോളി അല്ലെങ്കിൽ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള പനീറൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പിസ്സയ്ക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ഒരു റൗണ്ടായിട്ടുള്ളൊരു പാനിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഈ പാനിലേക്ക് ഇതെല്ലാം മാറ്റിയതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ എണ്ണയൊന്നും തേക്കാത്തത്. ഇതിലങ്ങനെ അടിയിൽ പിടിക്കാത്തതുകൊണ്ട്. അപ്പോൾ മറ്റ് ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നിങ്ങൾ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വേണമെന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും വരുന്നത് പോലെ റെഡിയാക്കിയതിന് ശേഷം ഉടനെ തന്നെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് 1 മിനിറ്റിനുള്ളിൽ ആ ചില്ലിലൊക്കെ ഒരു ഈർപ്പം വരുന്ന സമയത്ത് നമ്മൾ കട്ടിയുള്ളൊരു പാൻ നേരത്തെ ചൂടാക്കിയിട്ട് അതിന് മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തീ നന്നായി കുറച്ച് വെച്ചൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇനി റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഒരു പിസ്സയുടെ ആ ഒരു ലുക്കും ടേസ്റ്റൊക്കെ വരണമെങ്കിൽ നമ്മൾ എന്തായാലും ചീസ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പാത്രത്തിന് നല്ല ചൂടുള്ളതുകൊണ്ട് ചീസെല്ലാം ഉരുകി വന്നോളും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ആ പിസ്സയുടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും.
ചേർത്ത് കൊടുത്തിരിക്കുന്ന ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരാനായിട്ട് ഒരു 2 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രെഡ് പിസ്സ തയ്യാറാക്കി നോക്കാം. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കഴിയുന്നതും നല്ല ചൂടോട് തന്നെ ഇത് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്